ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. പറഞ്ഞപ്പോൾ ജാർഖണ്ഡായി മാറിപ്പോയതാണ്. ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി. അതുകൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യ ക്വസ്റ്റിലോട്ട് പോകാൻ ഒരു പുരസ്കാരമാണ്. 2024 പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2024 പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ലാലു അലക്സുമാണ്. ലാലു അലക്സിനാണ് 2024 പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മറ്റു പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ജോജു ജോർജിനെയും മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ശ്രുതി രാമചന്ദ്രനെയുമാണ്. അപ്പൊ മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ ജോജു ജോർജ്, മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ ശ്രുതി രാമചന്ദ്രനാണ്. മികച്ച സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരട്ട എന്ന് പറയുന്ന സിനിമയാണ്. ആ ഇരട്ട എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത രോഹിത് MG ആണ് മികച്ച സംവിധായകനായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2024 പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ലാലു അലക്സ് ആണ്. നടൻ ലാലു അലക്സ് ആണ്. ഇനി ആ ചലച്ചിത്ര പുരസ്കാരത്തിൽ നൽകിയിരിക്കുന്ന മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജോജു ജോർജ്. മികച്ച നടി ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി രാമചന്ദ്രനാണ്. ഏതാണ് മികച്ച സിനിമയായിട്ട് അവർ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരട്ട എന്ന് പറയുന്ന സിനിമ. അത് ആര് സംവിധാനം ചെയ്തു? രോഹിത് MG ആണ് സംവിധാനം ചെയ്തത്. അദ്ദേഹമാണ് മികച്ച സംവിധായകനായിട്ട് മാറിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതെന്നാണ്? 2023 കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമ. ഇതുവരെ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് അനിൽ തോമസ് ആണ്. അനിൽ തോമസ്. നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ടായ തീപിടുത്തത്തെ അണയ്ക്കുവാൻ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അണയ്ക്കുവാൻ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്ന് പറയുന്നത്. ഇതുവരെ എന്ന് പറയുന്നത് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമ. സംവിധാനം ആര് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അനിൽ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് മറ്റൊരു ഹ്രസ്വ ചിത്രമാണ് കൈറ്റ്, അല്ലെ? കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംസ്ഥാന നിയമ വകുപ്പ് പോക്സ്കോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രം ഏതെന്നാണ്? അപ്പൊ സംസ്ഥാന നിയമവകുപ്പ് പോസ്കോ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മാറ്റുലി എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാവുന്ന ഓർത്ത് വെച്ചേക്കുക, മാറ്റുലി എന്ന് പറയുന്നത്. അപ്പൊ ഹൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംസ്ഥാന നിയമവകുപ്പ് പോസ്കോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മാറ്റുലി എന്ന് പറയുന്ന സിനിമയാണ്. അടുത്ത നോക്കിക്കോളൂ. അടുത്ത നമുക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ്. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ENSS, അല്ലെ, നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കേരളത്തിലെ ഏത് പദ്ധതിക്കാണ് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? അപ്പൊ നമ്മൾ NCCയുടെ കീഴിൽ നമ്മൾ നടത്തിയ ഒരു പദ്ധതിക്ക് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതൊരു ശുചിത്വ മിഷൻ പദ്ധതിയാണ്. ഏതാണ് പദ്ധതി എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്നേഹാരാമ എന്ന് പറയുന്ന പദ്ധതിക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ്, പദ്ധതി മുന്നേ വന്നൊരു പദ്ധതിയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പേരില്. അപ്പൊ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൃദ്യം പദ്ധതിയാണ്, അല്ലെ? നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ, അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക? അപ്പൊ പദ്ധതി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ദിവസം ഒരു ഉദ്ഘാടനമാണ്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് സെന്റർ നിലവിൽ വന്നത് എവിടെ നിന്നാണ്?
അല്ലെ. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് സെന്റർ നിലയിൽ വന്നത് ശ്രീകാര്യമാണ്. ശ്രീകാര്യം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് നിലയിൽ വന്നത്. ഓക്കെ, ഇത് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ചങ്ങാതി എന്ന് പറഞ്ഞൊരു പദ്ധതി മലയാള ഭാഷയെക്കുറിച്ചും മലയാള സംസ്കാരത്തെക്കുറിച്ചും സാക്ഷരതാ മിഷന് കീഴിൽ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറഞ്ഞൊരു പദ്ധതി. ആ പദ്ധതിയുടെ കീഴിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് സെന്റർ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കടകംപള്ളി സുരേന്ദ്രനാണ് ഉദ്ഘാടനം. MLA സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. ഇനി മറ്റൊരു ഉദ്ഘാടനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് സെന്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ്? ഇത് വന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ് നിലവിൽ വന്നത്. ടെക്നോ പാർക്കിലാണ്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവില് നമ്മുടെ കേന്ദ്ര IT സഹമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തത് IT സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് നിലയിൽ വന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ് നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ, വീണ്ടും തിരുവനന്തപുരത്തെ ഒരു പദ്ധതിയാണ്. 2024 കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതെന്നാണ്? 36 നഗരങ്ങളുടെ ലിസ്റ്റിൽ നിന്നും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വീണ്ടും തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ 2024 കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തിരുവനന്തപുരമാണ്. ഇനി അടുത്ത കേരളവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ഒപ്പം ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ്? അല്ലെ, ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളുടെയും അല്ലെ കൂടെയിരിക്കുന്ന രോഗികളുടെയും സുരക്ഷയ്ക്കായിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ഒപ്പം ആശുപത്രിയുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ, വീണ്ടും ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി ആരംഭിച്ച പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ സീതാലയം പദ്ധതിയാണ്. മുന്നേ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഈ പദ്ധതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സീതാലയം പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാരം 2000-ൽ പരം ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഹൃദയം പദ്ധതി പോലെ ഈ പദ്ധതി സീതാലയം പദ്ധതി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു? അത് സീതാലയം പദ്ധതിയാണ്. ഇനി ആലുവ ജില്ലാ ആശുപത്രിക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ ആശുപത്രി ഏതെന്നാണ്? ഹീമോഫീലിയ രോഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ ആലുവ ജില്ലാ ആശുപത്രിയാണ്. നമുക്കറിയാം ആലുവ ജില്ലാ ആശുപത്രി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, ആലുവ ജില്ലാ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിനാണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തൊരു ഒരു പുസ്തക പ്രകാശനമാണ്. കുമാരൻ ആശാന്റെ കവിതകൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കാവ്യചിത്ര വ്യാഖ്യാനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി മരിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നു, ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. കുമാരനാശാന്റെ കവിതകൾക്ക് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കാവ്യചിത്ര വ്യാഖ്യാനം അറിയപ്പെടുന്ന ഏത് പേരിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന് പറയുന്നതാണ്. വൈരാഗിയിലെ അനുരാഗി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് പുസ്തകം പ്രകാശനം ചെയ്തത് ജോർജ് ഓണക്കൂർ ആണ്. ജോർജ് ഓണക്കൂർ.
പ്രകാശനം ചെയ്ത വ്യക്തി ആരാണ്? ജോർജ് ഓണക്കൂറാണ് പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ് അല്ലെ? അപ്പൊ 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ K കുമാരനാണ്. K കുമാരൻ. PK കാളൻ പുരസ്കാരം സമ്മാനതുക 1 ലക്ഷം രൂപയാണ്. സമ്മാനതുക 1 ലക്ഷം രൂപയാണ്. ഓക്കെ. K കുമാരൻ ചിമ്മാനക്കളി കലാകാരനാണ്. ചിമ്മാനക്കളി കലാകാരനാണ്. ചിമ്മാനക്കളിയൊപ്പം മാരിത്തെയ്യം കലാകാരൻ കൂടിയാണ് K കുമാരൻ. മാരിത്തെയ്യം അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. PK കാളൻ ഏത് കലാരൂപം നമുക്കറിയാം. PK കാളൻ ഏതാണ്? ഗദ്ദികയാണ് PK കാളന്റെ കലാരൂപം. ഓക്കെ. അടുത്തൊരു പുരസ്കാരമാണ് 2024 അഷിത സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. 2024 അഷിത സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സാറ ജോസഫിനാണ് ലഭിച്ചിരിക്കുന്നത്. സാറ ജോസഫിനാണ് അഷിത സ്മാരക പുരസ്കാരം. സമ്മാനതുക 25,000 രൂപയാണ് സമ്മാനതുക. 2023 ആർക്കാണ്? സുഭാഷ് ചന്ദ്രാണ്. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രനും. 2024 അഷിത സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് സാറ ജോസഫ് ആണ്. വീണ്ടും ഒരു പുരസ്കാരമാണ്. 2024 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്. 7ാമത് കാക്കനാടൻ പുരസ്കാരൻ അല്ലെ? കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമുക്കറിയാം ജോർജ് വർഗീസ് ആണല്ലേ. ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. അപ്പൊ 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ വിജി തമ്പിയാണ്. ഇനി ഏതാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരത്തിന് അർഹമായ കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതം പാരമിതം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതൊരു നോവലാണ്. ഇതം പാരമിതം എന്ന് പറയുന്ന നോവലാണ് വിജി തമ്പിക്ക് 2024 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. സമ്മാനതുക 25,555 രൂപയാണ് സമ്മാനതുകയായിട്ട് വന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. അടുത്തൊരു വീണ്ടും ഒരു പുരസ്കാരമാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ പോൾ സക്രിയാണ് അല്ലെ? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനതുക നമുക്കറിയാം 3 ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനതുക. ഇത് 2023 ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? പോൾ സക്രിയക്ക് ലഭിച്ചിരിക്കുകയാണ്. 2022 നമ്മൾ പഠിച്ചതാണ് ഈ സേതു മാധവൻ. 22 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? സേതു മാധവനും. 23 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? പോൾ സക്രിയക്കുമാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെ? പോൾ സക്രിയക്ക് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് പോൾ സക്രിയ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മളോട് എന്ത് ചെയ്യാം? PSC ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ് അല്ലെ? 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് 2023 33ാമത് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രൗദ്രസാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഒരു മലയാളിക്ക് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ കൃതി ചോദിക്കാം. ഏതാണ് കൃതി? രൗദ്രസാത്വികമാണ്. വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ സമ്മാനതുക 15 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനതുക അല്ലെ? ആദ്യം ലഭിച്ച മലയാളി ആരാ? ആദ്യം ലഭിക്കുന്നത് ബാലാമണിയമ്മയാണ്. അതിനുശേഷം അയ്യപ്പ പണിക്കർക്ക് ലഭിക്കുകയാണ്. പിന്നീട് സുഗതകുമാരി, ശേഷം പ്രഭാവർമ്മയ്ക്ക് ലഭിക്കുകയാണ് അല്ലെ? പ്രഭാവർമ്മ. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 4 ആയിട്ടുണ്ട്. 95 ബാലാമണിയമ്മയ്ക്ക് ലഭിക്കുന്നത്.
ഏറ്റവും അവസാനം 2023 ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഹരിവംശ റായി ബച്ചനാണ്. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി. ലഭിച്ച ആദ്യ മലയാളി അത് ബാലാമണിയമ്മയാണ്. 95 ലഭിക്കുകയാണ് ബാലാമണിയമ്മയ്ക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ ആരാണ്? പ്രഭാവർമ്മയാണ്. ഏതാണ് കൃതി? രൗദ്ര സാത്വികമാണ് കൃതി. അതിന്റെ സമ്മാന തുക ഓർക്കുക, 15 ലക്ഷം രൂപയാണ്. 32ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ശിവ ശങ്കരി എന്ന് പറയുന്ന തമിഴ് സാഹിത്യകാരിയാണ് അല്ലെ. ശിവശങ്കരി എന്ന് പറയുന്ന തമിഴ് സാഹിത്യകാരി അല്ലെ. സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 2024 കടമ്മനിട്ട കവിതാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2024 കടമ്മനിട്ട കവിതാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ്. കടമ്മനിട്ട കവിതാ പുരസ്കാരമാണ് PN ഗോപികൃഷ്ണന് നൽകിയിരിക്കുന്നത്. കടമ്മനിട്ട കവിതാ പുരസ്കാരം സമ്മാന തുക 25,000 രൂപയാണ് സമ്മാന തുക. നമ്മൾ ഗോപികൃഷ്ണൻ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന പുസ്തകം അല്ലെ. അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം അല്ലെ 2024 പ്രഖ്യാപിച്ച ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഏത് കൃതിക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജി എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു മറ്റൊരു പുരസ്കാരമാണ് സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന IV ദാസ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. അപ്പോ നമ്മുടെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുന്ന ആരാണ്? M മുകുന്ദനാണ് ലഭിച്ചത്. M മുകുന്ദനാണ്. IV ദാസ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ M മുകുന്ദനാണ്. ഇതിന്റെ സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ്. ഇതിന്റെ സമ്മാന തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്? PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഇല്ലങ്കോട് ശ്രീധരനാണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഇതിന്റെ സമ്മാന തുക 50,000 രൂപയാണ്. ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത് എത്രയാണ്? 50,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുക. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലെ ആദ്യ 200 കോടി കളക്ഷൻ നേടിയ നമ്മുടെ മലയാള ചിത്രം ഏതെന്നാണ്? ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. 200 കോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് ആര് സംവിധാനം ചെയ്തു എന്ന് നമുക്കറിയാം. ആരാണ്? ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതിനു മുമ്പേ റെക്കോർഡ് ഉണ്ടായിരുന്നത് 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. 150 കോടി കളക്ഷൻ ആയിരുന്നു. അത് ഭേദിച്ച് 200 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. ഒരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നിവയെ കുറിച്ച് കമ്മീഷൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് അല്ലെ. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നിവയെ കുറിച്ച് കമ്മീഷൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? 2024 മാർച്ച് മാസം 14-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. നിയമം അങ്ങനെ നിലവിൽ വരികയാണെങ്കിൽ പറയുന്നത് 2029 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് പറയുന്നത്. ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാംനാഥ് കോവിന്ദാണ്. മുൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ്? നിലവില് നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവിന് എന്ത് ചെയ്യാണ്? ഇതിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം? വർഷം ഒന്ന് നന്നായിട്ട് ഓർത്തു വെച്ചേക്കുക. ഒപ്പം മാസവും 2024 മാർച്ച് മാസം 14-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഭേദഗതി ചെയ്യാൻ നൽകിയിരിക്കുന്ന വകുപ്പുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഭേദഗതി ചെയ്യാൻ നൽകിയിരിക്കുന്ന വകുപ്പുകൾ ഒന്ന് ആർട്ടിക്കിൾ 83 ആണ് അല്ലെ. ആർട്ടിക്കിൾ 83 പാർലമെന്റിന്റെ കാലാവധിയാണ്. ആർട്ടിക്കിൾ 83 അല്ലെ, അത് ഭേദഗതി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്.
പിന്നെ തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 85 പാർലമെന്റിൽ എന്ത് ചെയ്യാണ് സമ്മേളനങ്ങൾ ചേരുന്നത്, പാർലമെന്റിൽ സമ്മേളനം അതും ഭേദഗതി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിൾ 172 നിയമസഭകളുടെ കാലാവധി നമ്മളോട് ഈ ക്വസ്റ്റ്യനൊക്കെ ഒരുപക്ഷെ തീർച്ചയായിട്ടും ചോദിക്കാം. ഭേദഗതി ചെയ്യാവുന്ന നിയമം ഏതാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് നമ്മളോട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് ആർട്ടിക്കിൾ 174 നിയമസഭകൾ എന്ത് ചെയ്യാണ് പിരിച്ചുവിടുകയാണ്. അല്ലെ, ഭേദഗതി ചെയ്യാൻ പറഞ്ഞ മറ്റൊന്നാണ് ആർട്ടിക്കിൾ 174. പിന്നെ ആർട്ടിക്കിൾ 386 രാഷ്ട്രപതി അല്ലെ, രാഷ്ട്രപതി അടിയന്തരാവസ്ഥയാണ്, സ്റ്റേറ്റ് എമർജൻസിയാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഭേദഗതി ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ്. ഇതും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിവയെ കുറിച്ച് കമ്മീഷൻ രാഷ്ട്രപതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 2024 മാർച്ച് മാസം 14-ാം തീയതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 14-ാം തീയതിയാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളൂ. ഒരു ആപ്ലിക്കേഷനാണ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷ്യം എന്ന് പറയുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാക്ഷ്യം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ സാക്ഷ്യം ആപ്ലിക്കേഷൻ വഴിയിട്ട് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് പോകാനുള്ള പിക്കപ്പ് ചെയ്യാനും തിരിച്ച് ഡ്രോപ്പ് ചെയ്യാനുള്ള എല്ലാ മറ്റ് ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് സാക്ഷ്യം എന്ന് പറയുന്നതാണ്. അടുത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ വൈദ്യുത വാഹന നയപ്രകാരം വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വൈദ്യുത വാഹന നയപ്രകാരം വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ എത്ര ശതമാനമായിട്ട് കേന്ദ്ര സർക്കാർ കുറച്ചു എന്ന് ചോദിച്ചാൽ 85% കുറച്ചിരിക്കുകയാണ്. എത്ര ശതമാനം? 85% കുറച്ചിരിക്കുകയാണ്. ഇനി RBIയുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടാണ്. RBIയുടെ റിപ്പോർട്ട് പ്രകാരം 2021-2024 കാലയളവില് രാജ്യത്തിന്റെ ശരാശരി വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിട്ടാണ് അവർ കാണുന്നത് എന്ന് ചോദിച്ചാൽ 8%. അപ്പൊ RBIയുടെ റിപ്പോർട്ട് പ്രകാരം 2021-2024 കാലയളവിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് എത്ര ശരാശരി കാണുന്നു? 8% നൽകിയിരിക്കുന്നത്. എത്രയാണ്? 8%. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, മദ്യനയ അഴിമതി കേസിനെ തുടർന്ന് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി ആരെന്നാണ്. അല്ലെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മദ്യനയ അഴിമതി കേസിനെ തുടർന്ന് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളാണ്. അല്ലെ, അധികാരത്തിലിരിക്കെ മുഖ്യമന്ത്രി പദത്തിൽ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയും കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. 2006 അദ്ദേഹത്തിന് മാക്സസെ പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. എന്ത് ചെയ്യാം, നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മദ്യനയ അഴിമതി കേസിനെ തുടർന്ന് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രി ആരെന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയുള്ള ഒരു ബഹുമതിയാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ്യാൽപോ നൽകിയ രാജ്യം ഏതെന്നാണ്. ഒന്നുകൂടി വായിക്കുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ്യാൽപോ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് ഭൂട്ടാൻ. ഇതേ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി എന്തായിട്ടുണ്ട്? ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. 2024 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാഷോ ഷെറിംഗ് ടോപ്ഗെയാണ് ഇന്ത്യ സന്ദർശിച്ച പ്രധാനമന്ത്രി. അപ്പൊ ഭൂട്ടാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാഷോ ഷെറിംഗ് ടോപ്ഗെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു 2024 മാർച്ചില്. അപ്പൊ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി ഡ്രഗ്യാൽപോ പുരസ്കാരം നൽകി ഭൂട്ടാൻ ആരെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചിരിക്കുകയാണ്. രണ്ടും ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു നിയമനമാണ്. 2024 പ്രസാർ ഭാരതി ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരെന്നാണ്.
പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ നവനീത് കുമാർ സെഹാലാണ് നിയമിതനായ വ്യക്തി. ആരാണ്? നവനീത് കുമാർ സെഹാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിയമിതനായിരിക്കുന്നത്. അടുത്തിനി 1-2 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനങ്ങളൊക്കെയാണ്. UNDP യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 134 സ്ഥാനമായിട്ടുണ്ട്. നമ്മൾ 134 സ്ഥാനം നമ്മൾ മെച്ചപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 135 സ്ഥാനമായിരുന്നു. ഇവിടെ 1ാം സ്ഥാനം ഏത് രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണ്. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പൊ UNDP-യുടെ മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഓർത്ത് വെച്ചിരിക്കുകയാണ് 134 സ്ഥാനമാണ്. ഇവിടെ 1ാം സ്ഥാനം ആരാണ്? അവിടെ സ്വിറ്റ്സർലാൻഡ് ആണ് 1ാം സ്ഥാനം. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. അവിടെ ലിംഗസമത്വ സൂചികയിൽ നമ്മുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 108ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. 1ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഇവിടെ 1ാം സ്ഥാനം ആർക്ക്? ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനം ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്കിനും. ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? 108ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് IMF പുറത്തുവിട്ട റിപ്പോർട്ട്. IMF അറിയാം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC-യിലാണ് IMF-ന്റെ ആസ്ഥാനം. ആ IMF പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളുടെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളുടെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 63ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം അവിടെ എത്രാം സ്ഥാനമാണ്? 63ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ സുഡാനാണ്. 1ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൗത്ത് സുഡാനാണ്. ഇവിടെ 1ാം സ്ഥാനം അതിദരിദ്രമുള്ള രാജ്യങ്ങളിൽ 1ാം സ്ഥാനം ദക്ഷിണ സുഡാനും. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 63ാം സ്ഥാനമാണ്. ദരിദ്രർ കുറവുള്ള രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്സംബർഗ് ആണ്. അവർ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ലക്സംബർഗ് ആണ്. ദരിദ്രർ കുറവുള്ള രാജ്യം ഏതാണ്? ഓക്കെ. അപ്പോ IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളുടെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 63ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ സുഡാനാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള രാജ്യം. അടുത്ത വീണ്ടും ഒരു റിപ്പോർട്ടാണ്. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQAir റിപ്പോർട്ട് പ്രകാരം 2023 ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാനം എത്രയെന്നാണ്. അപ്പൊ ഇത് പുറത്തിറക്കിയത് സ്വിറ്റ്സർലാൻഡിലെ ആസ്ഥാനമായിട്ടുള്ള IQAir റിപ്പോർട്ടാണ്. 2023 റിപ്പോർട്ട്. 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 3ാം സ്ഥാനമാണ്. അവിടെ 1ാം സ്ഥാനം ബംഗ്ലാദേശിനാണ്. ബംഗ്ലാദേശാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം പാകിസ്ഥാനാണ്. 2ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനും. 1ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനും. ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. ഇവിടെ 3ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇനി ഈ റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേടുന്ന തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. വായു മലിനീകരണം നേടുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേടുന്ന തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഡൽഹിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQAir റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? അത് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ബംഗ്ലാദേശ്, 2ാം സ്ഥാനം പാകിസ്ഥാനാണ്. ലോകത്തിലെ തലസ്ഥാന നഗരങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം അവിടെ 1ാം സ്ഥാന. കാര്യം ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന ലോകത്തിലെ തലസ്ഥാന നഗരം എന്നാണ് IQAir റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് UN ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. UN ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 126ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനം. ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫിൻലാൻഡ് ആണ്. 1ാം സ്ഥാനം. ഏറ്റവും കുറവുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കുറവ് അഫ്ഗാനും, അതിൽ 1ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. അടുത്തൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
2024 മാർച്ചിൽ റെയ്ക്കൻസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐസ്ലാൻഡ് ആണ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഐസ്ലാൻഡിൽ എന്ത് ചെയ്യാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഐസ്ലാൻഡില് ഈ വർഷത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അവിടെ വീണ്ടും വരികയാണ്. അപ്പൊ 2024 മാർച്ചിൽ റെയ്ക്കൻസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ്. ഇനി ഒരു പ്രധാനമന്ത്രിയുടെ രാജിയാണ്. വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണത്തെ തുടർന്ന് രാജിവെച്ച ഐറിഷ് പ്രധാനമന്ത്രി ആരെന്നാണ്. അപ്പൊ ഐറിഷ് പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. ഐറിഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിയോ വരദ്കർ ആണ്. ഈ ലിയോ വരദ്കർ ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ കാരണത്തെ തുടർന്ന് രാജിവെച്ച ഐറിഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിയോ വരദ്കർ ആണ് രാജിവെച്ചിരിക്കുന്നത്. അടുത്ത വീണ്ടും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു രാജ്യമാണ്. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ്. അപ്പൊ 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കരീബിയൻ രാജ്യമാണ് ഹെയ്ത്തി. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഏരിയൽ ഹെൻറി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? കലാപം നടക്കുകയാണ്. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്? ഹെയ്ത്തിയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാൻ ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് നമ്മൾ പേര് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ്. മറ്റു കുറെ ഓപ്പറേഷനുകളുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച മറ്റൊരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ അജയ്. അത് ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാൻ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ അജയ്. ഇത് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏത് രാജ്യമാണ്? ഹെയ്ത്തിയിലാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഹെയ്ത്തിയിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയുള്ള ഒരു നിയമനമാണ്. 2024 മാർച്ചിൽ പാലസ്തീൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു പലസ്തീൻ പ്രധാനമന്ത്രി രാജിവെച്ചു. ഇതാ മറ്റൊരു പലസ്തീൻ പ്രധാനമന്ത്രി ചുമതലയേറ്റിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫയാണ് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പൊ പലസ്തീനിലെ നിലവിലെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫയാണ്. ഇനി ഒരു പുസ്തകമാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ രചിച്ചതാരെന്നാണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ രചിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പൊ നിലവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി വീണ്ടും ഒരു നിയമനമാണ്. 2024 മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ്. നിലവിലെ ചരിത്രത്തിൽ റഷ്യയിൽ വെച്ച് നടത്തിയ ഏറ്റവും കൂടുതൽ പെർസെന്റേജിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, റഷ്യൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. നേരത്തെ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോഴും ചുമതലയേറ്റത്. മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വ്ളാഡിമിർ പുടിനാണ് ചുമതലയേറ്റത്. ഓക്കെ, അടുത്തൊരു സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ച രാജ്യം ഏതെന്നാണ്. ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ്. ഈ അമേരിക്ക തന്നെയാണ് ജനിതക മാറ്റം സംഭവിച്ച പന്നിയുടെ ഹൃദയം എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചു. അദ്ദേഹം 2 മാസം ജീവിച്ചു. അദ്ദേഹം പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് വീണ്ടും ലോകത്തിൽ ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ് വച്ച് പിടിച്ചിരിക്കുന്നത്. സയൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതെന്നാണ്. അല്ലെ, ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ബ്രിട്ടനാണ്. ആ വാക്സിൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത് ലങ് വാക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ലങ് വാക്സ് വികസിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ബ്രിട്ടനാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടനാണ്. മനുഷ്യന്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ഒന്ന് ഓർക്കുക.
നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങളാണ്. അതിലൊന്ന് മാർച്ച് 14 അല്ലെ. മാർച്ച് 14 നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. അപ്പൊ മാർച്ച് 14 എന്ത് ദിനമെന്ന് ചോദിക്കുകയാണെങ്കിൽ നദികൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനമായിട്ടാണ് മാർച്ച് 14 ആചരിക്കുന്നു. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ 2024 തീം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജലം എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം. ഇനി അതേ മാർച്ച് 14 തന്നെയാണ് മാർച്ച് 14 ലോക വൃക്ക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ലോക വൃക്ക ദിനം നമുക്കറിയാം, എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മളോട് PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് മാസം 2ാമത്തെ വ്യാഴാഴ്ച നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലോക വൃക്ക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. ഇനി മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ടാണ് മാർച്ച് 15 ആചരിക്കുന്നത്. എന്താണ് 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്കായുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ള AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ തീം. ഇനി മറ്റ് പ്രധാന ദിനങ്ങളിലോട്ട് നോക്കാം. അതിലൊന്ന് മാർച്ച് 20 നമുക്ക് 4 പ്രധാന ദിനങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്ന് ലോക കുരുവി ദിനം, മറ്റൊന്ന് ലോക തവള ദിനമായിട്ട് ആചരിക്കുന്നു, ലോക സന്തോഷ ദിനമായിട്ട് ആചരിക്കുന്നു, ഒപ്പം മറ്റൊന്ന് ഫ്രഞ്ച് ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നു. UN-ന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഫ്രഞ്ച് 6ാമതായി വന്നു. മാർച്ച് 20 നമ്മൾ ലോക ഫ്രഞ്ച് ഭാഷാ ദിനമായിട്ട് ആചരിക്കുകയാണ് അല്ലെ. നമ്മൾ മിക്കവാറൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, കുരുവി തവളയോട് സന്തോഷത്തോടെ ഫ്രഞ്ച് സംസാരിച്ചു എന്നുള്ളതാണ് മാർച്ച് 20ന്റെ പ്രത്യേകത. കുരുവി തവളയോട് സന്തോഷത്തോടെ ഫ്രഞ്ച് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ മാർച്ച് 24 നമുക്ക് 4 പ്രധാന പ്രത്യേകതകളാണ് പോയിരിക്കുന്നത്. ലോക കുരുവി ദിനം, മറ്റൊന്ന് ലോക തവള ദിനമായിട്ട് ആചരിക്കുന്നു, ലോക സന്തോഷ ദിനമായിട്ട് ആചരിക്കുന്നു, മറ്റൊന്ന് ലോക ഫ്രഞ്ച് ഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇനി മാർച്ച് 21 PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 21 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. ലോക വനദിനം എന്നാണ് ലോക വനദിനം ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് മാസം 21-ാം തീയതിയാണ്. 2024 നമ്മുടെ ലോക വനദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ ഫോറസ്റ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ്. ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ് എന്ന് പറയുന്നതാണ് ഫോറസ്റ്റേഴ്സ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്ന് പറയുന്നതാണ് ലോക വനദിനത്തിന്റെ പ്രമേയം. ഇനിതാ നോക്കിക്കോളൂ, മാർച്ച് 22 ലോക ജലദിനമാണ്. മാർച്ച് 22 അല്ലെ. ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മാർച്ച് മാസം 22. 2024 ലോക ജലദിനത്തിന്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ് അല്ലെ. നല്ലൊരു തീമാണ് വാട്ടർ ഫോർ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 മാർച്ച് മാസം 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. 24 തീം ചോദിക്കുകയാണെങ്കിൽ വാട്ടർ ഫോർ പീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം. കഴിഞ്ഞ മാർച്ച് മാസം 23 അല്ലെ. മാർച്ച് 23 നമ്മൾ ലോക കാലാവസ്ഥാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുകയാണ്. എന്താണ് 2024 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ തീമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ആ മാർച്ച് 23 നമ്മൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അല്ലെ. 1931 മാർച്ച് മാസം 23-ാം തീയതിയാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നു. ആ മാർച്ച് 23 നമ്മൾ എന്ത് ദിനമാണ്? ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇനി നമുക്ക് കായികത്തിലോട്ട് പ്രവേശിക്കുകയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന 2 രാജ്യങ്ങളുണ്ട്. അപ്പൊ 2024 ഒളിമ്പിക്സിന് വേദിയാവുന്നത് പാരീസ് ആണ്. 1924 പാരീസ് ആയിരുന്നു. അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ അവരുടെ 100ാമത് വർഷം കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം. ആ ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന രാജ്യങ്ങൾ റഷ്യയും ബെലാറസുമാണ്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ വിലക്ക് ഏർപ്പെട്ടിരുന്നു.
റഷ്യയുടെ ഒരു സഖ്യകക്ഷിയും കൂടിയാണ് ബെലാറസ്. അതുകൊണ്ട് 2 രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് 2 പ്രധാന ക്വസ്റ്റ്യനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വഹിക്കുന്ന കായിക താരം ആരെന്നാണ് അല്ലെ? മാർച്ച് മാസത്തില് ഇന്ത്യൻ പതാക വഹിക്കുന്ന കായിക താരം ചോദിക്കുകയാണെങ്കിൽ അചന്ത് ശരത് കമലിനാണ് ലഭിച്ചിരിക്കുന്ന. അചന്ത് ശരത് കമലാണ് അല്ലെ. 2022 കോമൺവെൽത്ത് ഗെയിംസില് ടേബിൾ ടെന്നീസില് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ വ്യക്തിയും കൂടിയാണ് അചന്ത് ശരത് കമല്. 2022 രാജീവ് ഗാന്ധി അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് അചന്ത് ശരത് കമൽ. നമ്മൾ പഠിച്ചു. തമിഴ്നാട് സ്വദേശി കായിക ഇനം ടേബിൾ ടെന്നീസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വഹിച്ചത് 2 വ്യക്തികളാണ്. ഒന്ന് മൻപ്രീത് സിംഗും മറ്റൊന്ന് മേരി കോമുമാണ്. മൻപ്രീത് സിംഗ്, മേരി കോമുമാണ്. ഇനി നോക്കിക്കോളൂ, ആ മേരി കോമുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ നേതൃത്വം നൽകുന്ന കായിക താരം ആരെന്നാണ്? 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന് നേതൃത്വം നൽകുന്ന കായിക താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി കോമാണ്. പതാക വഹിക്കുന്നത് ആരാണ്? അചന്ത് ശരത് കമലാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് അചന്ത് ശരത് കമലാണ്. അടുത്തൊരു 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അണ്ടർ 70 ലോകകപ്പുമായി ബന്ധപ്പെട്ട്. 2025-2029 വരെ ഫിഫ അണ്ടർ 70 ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാവുന്ന രാജ്യം ഏത് തന്നെയാണ്? ഖത്തർ തന്നെയാണ്. കണ്ടിന്യൂസ്ലി അപ്പോൾ അവിടെ അണ്ടർ 70 ലോകകപ്പ് നടക്കും. അപ്പൊ വേദി എവിടെ തന്നെയാണ്? ഖത്തർ തന്നെയാണ്. അപ്പോൾ 2025-29 ഫിഫ അണ്ടർ 70 ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാവുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തർ. ഇനി വനിതാ ലോകകപ്പ് 2025-2029 ഫിഫ അണ്ടർ 70 വനിതാ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്നത് എവിടെയാണ്? അത് മൊറോക്കോയാണ്. മൊറോക്കയിലാണ് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത് അണ്ടർ 70. അണ്ടർ 70 മെൻസ് പുരുഷ ലോകകപ്പിന് വേദിയാവുന്നത് പതിപ്പുകൾക്ക് എവിടെയാണ്? ഖത്തറാണ് വേദിയാവുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023-2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതെന്നാണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയാണ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈയാണ്. മുംബൈ ആരെ തോൽപ്പിച്ചു ക്രിക്കറ്റ് കിരീടം നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ റണ്ണറപ്പ് ആയത് ആരാണ്? വിദർഭയാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അപ്പൊ 2023-2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മുംബൈയാണ്. റണ്ണറപ്പ് ആയിരിക്കുന്ന ടീം ആരാണ്? വിദർഭയാണ്. മുംബൈയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയാണ്. മുംബൈയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയാണ് മുംബൈയുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ഇനി ഒരു നിയമമാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ബോളർമാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ബോൾ ചെയ്തു പോവേണ്ട ഒരു നിയമം വന്നിരിക്കുകയാണ്. നോക്കിക്കോളൂ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ക്രിക്കറ്റിലെ ഓവറുകൾക്കിടയിലെ സമയം നിയന്ത്രിക്കുവാൻ കൊണ്ടുവന്ന പുതിയ സംവിധാനം അറിയപ്പെടുന്ന പേര് ഏത് പേരിൽ നിന്നാണ്? ആ സംവിധാനം അറിയപ്പെടുന്നത് സ്റ്റോപ്പ് ക്ലോക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്റ്റോപ്പ് ക്ലോക്ക് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രിക്കറ്റ് ആണ്. കായികനം ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പോൾ ICC ക്രിക്കറ്റിലെ ഓവറുകൾക്കിടയിലെ സമയം നിയന്ത്രിക്കുവാൻ കൊണ്ടുവന്ന പുതിയ സംവിധാനം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സ്റ്റോപ്പ് ക്ലോക്ക് എന്ന പേരിലാണ്. ഈ വർഷം നടക്കുന്ന T20 വേൾഡ് കപ്പിലായിരിക്കും എന്ത് ചെയ്യുക? ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. മുന്നേ നടന്ന 1-2 കളികളിൽ എന്ത് ചെയ്യുന്നു? ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ്. ഇത് പൂർണ്ണമായിട്ടും വരാൻ പോകുന്നത് ഇനി T20 വേൾഡ് കപ്പിലായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാണ് അല്ലെ? രണ്ടാമത്തെ വനിതാ പ്രീമിയർ ലീഗ് കിരീടമാണ് നടന്നത്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് നേടിയിരിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ആരെ തോപ്പിച്ചു? റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽ ആണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽ ആണ്. അപ്പൊ റോയൽ ചലഞ്ചേഴ്സിന്റെ ആദ്യ കിരീടം. ഇനി വനിതാ പ്രീമിയർ ലീഗ് ഫസ്റ്റ് കിരീടം നേടിയത് ഏത് ടീമാണ്? മുംബൈയാണ് ഫസ്റ്റ് കിരീടം നേടിയത് മുംബൈയാണ്. അപ്പോൾ 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് നേടിയത്. ആരെ തോപ്പിക്കുന്നു? ഡൽഹി ക്യാപിറ്റൽസിനെ തോപ്പിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്? 2024 പ്രൈം വോളിബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് ഹീറോസ് ആണ്. കാലിക്കറ്റ് ഹീറോസ് ആണ് 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത്. ആരെ തോൽപ്പിച്ചു? ഡൽഹി തൂഫാനെ തോൽപ്പിച്ചാണ് നമ്മൾ
ഡൽഹി തൂഫാൻ. ഡൽഹി തൂഫാനെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോ റണ്ണറപ്പ് ആയത് ഡൽഹി തൂഫാനാണ്. വേദി ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയാണ് വേദിയായത്, ചെന്നൈയാണ്. അപ്പൊ 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് കാലിക്കറ്റ് ഹീറോസ് ആണ്, നമ്മളാണ്, കേരളമാണ് നേടിയിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഓക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തന്ന 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിലൊന്ന്, ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി പദ്ധതി. പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിതരശ്മി പദ്ധതി. 65ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നു 2023 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ നിന്ന്, പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ബോക്സിംഗ് പരിശീലനം നൽകുവാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. 2, ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്? 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ്? 4, കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി ആരെന്നാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തത്, 2023 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറിയാന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തുക. തീർച്ചയായിട്ടും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞെല്ലാം ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.